ഇപ്പോൾ നൃപൻ ചക്രവർത്തി കോൺഗ്രസിൻ്റെ ഈ വാർത്തകൾക്ക് കൂടെ തന്നെ സഞ്ചരിക്കുന്ന നമ്മുടെ റിപ്പോർട്ടറാണ് നൃപൻ ചക്രവർത്തി. ഇപ്പോൾ നമ്മളോടൊപ്പം നൃപനുണ്ട്. നൃപൻ, പാലോട് രവി രാജിവെച്ചിരിക്കുകയാണ്. കോൺഗ്രസ്സിന് KPCC അത് കേട്ട പാതി കേൾക്കാത്ത പാതി ഒരു വാർത്താക്കുറിപ്പ് എന്നുള്ള നിലയിലേക്ക് പുറത്തേക്ക് വിട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനകത്ത് വലിയ ചർച്ചകളിലേക്കൊന്നും പോയിട്ടില്ല. ഇത് കാത്തിരുന്നതാണോ KPCC? എന്താണ് അവിടെ സംഭവിച്ചത്? KPCCയുടെ വിശദീകരണമായി വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. തിരുവനന്തപുരം DCC പ്രസിഡന്റ് പാലോട് രവി സമർപ്പിച്ച രാജി സ്വീകരിച്ചതായി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA അറിയിച്ചു. സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന് പ്രഥമ ദൃഷ്ടിയാൽ ബോധ്യപ്പെട്ടതിനാൽ വാമനപുരം ബ്ലോക്ക് ജനറൽ സെക്രട്ടറി A ജലീലിനെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി എന്നതാണ് സണ്ണി ജോസഫിന്റെ വാർത്താക്കുറിപ്പായി, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ വാർത്താക്കുറിപ്പായി പുറത്തു വരുന്നത്. അതായത് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി A ജലീലിന് ഇക്കാര്യത്തിൽ നടപടിയുണ്ട്. പാലോട് രവിയുടെ കാര്യത്തിൽ നടപടിയല്ല, മറിച്ച് പാലോട് രവി രാജി സമർപ്പിച്ചു, അതുകൊണ്ട് രാജി അംഗീകരിച്ചു എന്നതാണ്. ഇക്കാര്യത്തിൽ പാർട്ടിക്ക് വലിയ തരത്തിൽ ക്ഷീണമുണ്ടാക്കി. അതായത് നിലവിലുള്ള സാഹചര്യം, പാർട്ടിയുടെ സംഘടനാ രംഗത്തെ സാഹചര്യം, ഒപ്പം തന്നെ വീണ്ടും പിണറായി സർക്കാർ, വീണ്ടും LDF സർക്കാർ അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞത് ജനങ്ങൾക്കിടയിലും ഒപ്പം തന്നെ പാർട്ടി പ്രവർത്തകർക്കിടയിലും വലിയ തരത്തിൽ ക്ഷീണമുണ്ടാക്കിയതാണ് KPCC നേതൃത്വത്തിന്റെയും മുതിർന്ന നേതാക്കളുടെ വിലയിരുത്തൽ. ഇക്കാര്യത്തിൽ പാലോട് രവിയെ സസ്പെൻഡ് ചെയ്യുകയോ നടപടിയെടുക്കുകയോ ചെയ്താൽ അത് കൂടുതൽ വിവാദങ്ങളിലേക്ക് പോകും. അതുകൊണ്ട് പാലോട് രവിയുടെ രാജി സ്വീകരിക്കുക, രാജി സ്വീകരിച്ച ശേഷം ആ രാജി സ്വീകരിച്ച് അംഗീകരിച്ചു എന്ന കാര്യത്തിൽ നടപടി ഒതുക്കി തലയൂരാനാണ് KPCC നേതൃത്വത്തിന്റെ തീരുമാനം. ഇക്കാര്യങ്ങളിൽ കൂടുതൽ വിവാദമുണ്ടായാൽ അത് പാർട്ടിക്ക് കൂടുതൽ ക്ഷീണമുണ്ടാകുമെന്നതാണ് KPCCയുടെ വിലയിരുത്തൽ. ഇപ്പോൾ രാജിവെപ്പിച്ച്, അതായത് പാലോട് രവിയുടെ രാജി സ്വീകരിച്ച് രാജിവെപ്പിച്ച് വിഷയം അവസാനിപ്പിക്കാനാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട്. ഒപ്പം തന്നെ ഇക്കാര്യത്തിൽ കൂടുതൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംഭാഷണം നടത്തിയെന്ന വിശദീകരണമോ, എന്തുകൊണ്ട് നിലവിലെ കോൺഗ്രസ് സാഹചര്യം ഇതാണ് എന്ന കാര്യത്തിൽ വസ്തുത പരിശോധിക്കാനോ KPCC നേതൃത്വം തയ്യാറാകുന്നില്ല. കാരണം പറഞ്ഞ കാര്യത്തെ സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാൻ പാർട്ടി നേതൃത്വം തയ്യാറാകുന്നില്ല എന്നതാണ് ഇതിൽ നിന്ന് വ്യക്തമാകേണ്ടത്. ശരി നൃപൻ, ഞാൻ തിരിച്ചു വരാം.